ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഓരോ കാലഘട്ടത്തിലും ദൈവം ചില പ്രവാചകരെ ഉയർത്താറുണ്ട്. അവർ തങ്ങളുടെ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും ദൈവത്തിൻ്റെ സന്ദേശം ഉറക്കെ പ്രഖ്യാപിച്ചവരാണ്. അത്തരത്തിൽ 13-ാം നൂറ്റാണ്ടിൽ അസീസിയിൽ ദൈവം നൽകിയ 2 സമ്മാനങ്ങളായിരുന്നു രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും ഫ്രാൻസിസിന്റെ ചെറുചെടിയായ വിശുദ്ധ ക്ലാരയും. സമ്പത്ത് കൊണ്ടും കുലീനത്വം കൊണ്ടും നിറഞ്ഞു നിന്ന ഷേഫി കുടുംബത്തിൽ 1194 വിശുദ്ധ ക്ലാര ജനിച്ചത്. ക്ലാര എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രകാശം എന്നാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളുടെ ആന്തരിക സൗന്ദര്യത്തിന് യാതൊരു മങ്ങലും വരാതെ കൂടുതൽ ഉജ്ജ്വലിക്കുകയാണ് ചെയ്തത്. അന്നത്തെ കാലഘട്ടം ആഡംബരത്തിനും അധികാരത്തിനും ബാഹ്യമായ പ്രതാപത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിയപ്പോൾ ക്ലാരയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. എന്താണ് എൻ്റെ യഥാർത്ഥ സമ്പത്ത്? അതിനുള്ള ഉത്തരം അവൾ തന്നെ തിരിച്ചറിഞ്ഞു. ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മാവകാശം, എൻ്റെ സർവ്വസമ്പത്തും അവിടുന്ന് തന്നെ. പിന്നെ മറ്റൊന്നും ക്ലാര ചിന്തിച്ചില്ല. ക്രൂശിതന്റെ പിന്നാലെ അവൾ ഇറങ്ങിത്തിരിച്ചു. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം ക്ലാരയെ ആഴത്തിൽ സ്വാധീനിച്ചു. ക്രിസ്തുവിനെ കൂടുതൽ അടുത്തനുഗ്രഹിക്കണമെങ്കിൽ ദാരിദ്ര്യത്തെയും ലാളിത്യത്തെയും ആഞ്ഞു പുലുകണമെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ആഡംബരങ്ങളെയും പ്രതാപങ്ങളെയും ഉച്ഛിഷ്ടം പോലെ അവൾ വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ നിയമാവലിയിൽ ദാരിദ്ര്യത്തിന് അവൾ കൂടുതൽ പ്രാധാന്യം നൽകിയതും. വിശുദ്ധ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്നത്തേതുപോലുള്ള അവസരങ്ങളോ സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾ ദൈവത്തിൻ്റെ വിളിയോട് ചങ്കൂറ്റത്തോടെ മറുപടി പറഞ്ഞു. സ്ത്രീകൾക്കും ശക്തമായ ആത്മീയ വിളിയുണ്ടെന്ന് അവൾ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്ന് മറക്കാതിരിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29:11 നാം ഇപ്രകാരം വായിക്കുന്നു: എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രാർത്ഥനയായിരുന്നു വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. അവൾ ലോകത്തെ മാറ്റിമറിച്ചത് പ്രവർത്തനങ്ങളിലൂടെയായിരുന്നില്ല, മറിച്ച് മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയിലൂടെയായിരുന്നു. വിശുദ്ധ കുർബാനയോടും ദിവ്യകാരുണ്യത്തോടും അതീവ ഭക്തയായിരുന്നു വിശുദ്ധ ക്ലാര. ഒരിക്കൽ അസീസി നഗരത്തെ കൊള്ളക്കാർ ആക്രമിക്കാൻ വന്നപ്പോൾ ക്ലാര എന്താണ് ചെയ്തതെന്നറിയാമോ? അവൾ ദിവ്യകാരുണ്യം കൈകളിലേന്തി കൊള്ളക്കാർക്കു നേരെ കാണിക്കുകയുണ്ടായി. പെട്ടെന്ന് ആ കൊള്ളക്കാർ പേടിച്ച് ഭയന്നോടുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുണ്ട്. സാങ്കേതിക വിദ്യ ഒത്തിരിയേറെ വികസിച്ചു. പക്ഷേ തമ്പുരാന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇന്ന് നേരമില്ലാതായിരിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതല്ലേ? ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾക്ക് വഴിതെളിക്കുന്നത് വലിയ പ്രവർത്തനങ്ങളല്ല, മറിച്ച് തമ്പുരാന്റെ മുൻപിൽ നാം ചിലവഴിക്കുന്ന നിമിഷങ്ങൾക്കാണ് ഏറെ ശക്തിയുള്ളത്. ഇന്ന് മിക്കവരും വിശ്വാസ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. പ്രതിസന്ധികൾ ഇല്ലാത്ത ഒരു ജീവിതമാണോ വിശുദ്ധ ജീവിതം? അല്ല. പ്രതിസന്ധികളിലും തകരാതെ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന ജീവിതമാണ് വിശുദ്ധ ജീവിതം. ഇന്നത്തെ യുവതലമുറയോട് ക്ലാരയ്ക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്: പരാജയങ്ങളിൽ നിങ്ങൾ തകരരുത്. ഒറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ഭയപ്പെടുമ്പോൾ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത്. 800 വർഷം മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധ ക്ലാര ഇന്ന് നമ്മുടെ അടുത്തേക്ക് വന്നാൽ എന്തൊക്കെയായിരിക്കും വിശുദ്ധ പറയുക? സമ്പത്ത് സ്വന്തമാക്കുന്നതിന് മുൻപ് ക്രിസ്തുവിനെ സ്വന്തമാക്കുക. മൊബൈൽ ഫോൺ ശബ്ദത്തിനിടയിൽ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുക. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ദൈവം നൽകിയ വ്യക്തിത്വത്തിൽ സന്തോഷിക്കുക. സമ്പത്തിൽ ആശ്രയം വയ്ക്കാതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. വിശുദ്ധ ക്ലാര 13-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധ മാത്രമല്ല, ഇക്കാലഘട്ടത്തിൻ്റെ കൂടി പ്രവാചകയാണ്. ലോകം നമ്മോട് പറയും കൂടുതൽ നേടുക. വിശുദ്ധ നമ്മോട് പറയും ക്രിസ്തുവിനെ സ്വന്തമാക്കുക.
ലോകം പറയും നിന്റെ കാര്യം മാത്രം നോക്കുക, എന്നാൽ വിശുദ്ധ പറയും ദൈവത്തെ നോക്കുക, മറ്റുള്ളവർക്കായി ജീവിക്കുക. ലോകം നമ്മോട് പറയും സമ്പത്തിൽ ആശ്രയിക്കുക, വിശുദ്ധ നമ്മോട് പറയുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ക്ലാരയെ പോലെ നമുക്കും ക്രിസ്തുവിനെ നോക്കി, ക്രിസ്തുവിനെ സ്നേഹിച്ച്, ക്രിസ്തുവിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാം. അതിനായി നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.